കാട്ടിലെ കൂട്ടുകാർ.
മോനെ അപ്പു, എണീക്കുന്നില്ലേ? നേരം വെളുത്തു. ദാ ഞാൻ എണീറ്റു അച്ഛാ. അല്ല, ഇന്ന് എങ്ങോട്ടാ യാത്ര? അവധി ദിവസമല്ലേ അച്ഛാ, അതുകൊണ്ട് ഞാനും രാധയും കൂടി കാട്ടിലെ കൂട്ടുകാരെ കാണാൻ പോകുകയാ. അച്ഛാ, ഞാൻ പോകുകയാണ്. ശരി മോനെ, ശ്രദ്ധിച്ചു പോകണേ. ശരി അച്ഛാ. ലാലലല്ലല്ലല്ല, 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 ലാലലല്ലല്ലല്ല. അല്ല മിന്നുപൂച്ചേ, എന്താ പ്രശ്നം? എന്തിനാ കരയുന്നത്? അതാ ആ വീട്ടിൽ കാണുന്ന കുറിഞ്ഞിപ്പൂച്ചക്ക് ആ വീട്ടുകാർ എന്തോരം ഭക്ഷണമാണ് കൊടുക്കുന്നത്. വിശന്ന് പൊരിയുന്ന എനിക്ക് കുറച്ച് ഭക്ഷണം തരാൻ പറഞ്ഞപ്പോൾ കുറിഞ്ഞിപ്പൂച്ച തരില്ലെന്ന് പറഞ്ഞു. ആ അങ്ങനെയോ? ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. അല്ല കുറിഞ്ഞി, ഇന്ന് നല്ല കോളാണല്ലോ. അല്ല, ഇതാര് അപ്പുവോ? കുറിഞ്ഞി, നമ്മൾ ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണ്ടേ? അപ്പു, കുറച്ചു ദിവസം മുമ്പ് മിന്നുപൂച്ചയ്ക്ക് ഒരു വലിയ മീൻ കിട്ടിയിരുന്നു. അത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇത് കൊടുക്കാതിരുന്നത്. അത് സാരമില്ല കുറിഞ്ഞി, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാൻ മിന്നുപൂച്ചയെ വിളിക്കട്ടെ. കുറിഞ്ഞിക്ക് സമ്മതമാണോ? ശരി അപ്പു, സമ്മതമാണ്. മിന്നു, വേഗം വാ, കുറിഞ്ഞി ഇതാ വിളിക്കുന്നു. ഇതാ മിന്നു, കഴിച്ചോളൂ. ഇപ്പോൾ രണ്ടു പേർക്കും വളരെയധികം സന്തോഷമായില്ലേ? ഇനി ഞാൻ രണ്ടു പേരോടും കൂടി ഒരു കാര്യം പറഞ്ഞു തന്നാൽ കൂട്ടുകാർ അനുസരിക്കുമോ? തീർച്ചയായും ഞങ്ങൾ അനുസരിച്ചോളാം. അല്ല അപ്പു, എന്താ കാര്യം? എന്നാ കേട്ടോളൂ. വിശക്കുന്നവർ ഭക്ഷണം ചോദിച്ചാൽ ഉള്ളതിൽ നിന്ന് പകുതി നൽകണം, കേട്ടോ? ശരി അപ്പു. ഇനി ഞങ്ങൾ രണ്ടുപേരും അപ്പുവിന്റെ സുഹൃത്തുക്കളാണ്. ഞങ്ങളാൽ കഴിയുന്ന സഹായം ഇനി മുതൽ എല്ലാവർക്കും ചെയ്യും. ഇനി ഞാൻ പോകുകയാണ് കൂട്ടുകാരെ. ശരി അപ്പു. ലാലലല്ലല്ലല്ല, 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 ലാലലല്ലല്ലല്ല. രാധേ, വേഗം വാ, നേരം വൈകുന്നു. ദാ വരുന്നു അപ്പു. കൂട്ടുകാരെ, ഞങ്ങൾ കാട് കാണാൻ പോവുകയാണ്. അവിടെ പുഴകളും നദികളും കുളങ്ങളും പിന്നെ കളിച്ചു രസിക്കാൻ കുറെ ചങ്ങാതിമാരും ഉണ്ടാവും. നിങ്ങൾ വരുന്നോ ഞങ്ങളുടെ കൂടെ? എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ഒന്ന് വന്നേ, നമുക്കൊന്ന് ഉല്ലസിച്ചു വരാം. അല്ലേ അപ്പു? അതെ അതെ. അത് ഞാൻ നമ്മുടെ മിന്നുവിന്റെയും കുറിഞ്ഞിയുടെയും പ്രശ്നം തീർത്തിട്ടാണ് വരുന്നത്.
അതെയോ? ഏതായാലും സൈക്കിളൊന്ന് വേഗം ഓടിക്കേ. കാട്ടിലെ കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ടാവും. വീടിനപ്പുറമുണ്ടൊരു ലോകം, വിശാലമായൊരു കളിലോകം. വീടിനപ്പുറമുണ്ടൊരു ലോകം, വിശാലമായൊരു കളിലോകം. വിദ്യയും വിജയവും വിശ്വാസങ്ങളും വിരുന്നു നൽകും പുതുലോകം. വിദ്യയും വിജയവും വിശ്വാസങ്ങളും വിരുന്നു നൽകും പുതുലോകം. ആ ലോകത്തിൽ കൂട്ടായി കഥയും കവിതയുമുണ്ടല്ലോ. ആ ലോകത്തിൽ കൂട്ടായി കഥയും കവിതയുമുണ്ടല്ലോ. അപ്പും രാധയും വന്നാട്ടെ, പാട്ടിന് കൂട്ടായി വന്നാട്ടെ. അപ്പും രാധയും വന്നാട്ടെ, പാട്ടിന് കൂട്ടായി വന്നാട്ടെ. മലയും മേടും കേറിപ്പോകാം, മരത്തിലൂഞ്ഞാലാടിടാം. മാനും മയിലും പാത്തും കാട്ടിൽ മതി വരുവോളം കളിയാടാം. മലയും മേടും കേറിപ്പോകാം, മരത്തിലൂഞ്ഞാലാടിടാം. മാനും മയിലും പാത്തും കാട്ടിൽ മതി വരുവോളം കളിയാടാം. അപ്പും രാധയും വന്നാട്ടെ, പാട്ടിന് കൂട്ടായി വന്നാട്ടെ. അപ്പും രാധയും വന്നാട്ടെ, പാട്ടിന് കൂട്ടായി വന്നാട്ടെ. മലയും മേടും കേറിപ്പോകാം, മരത്തിലൂഞ്ഞാലാടിടാം. മാനും മയിലും പാത്തും കാട്ടിൽ മതി വരുവോളം കളിയാടാം. വരുവോളം കളിയാടാം. കാട്ടിലെ കൂട്ടുകാർ. ഹായ്, എന്തു മനോഹരം അല്ലേ അപ്പു? അതെ അതെ. എന്താണ് ശബ്ദം? ഞാനും കേൾക്കുന്നുണ്ട്.
ദാ അവിടെ നിന്നാണെന്ന് തോന്നുന്നു. ശരിയാ, ഒന്ന് പോയി നോക്കിയാലോ? വേണ്ട രാധേ, നമുക്ക് 2 പേർക്കും കൂടിയും പോയി നോക്കാം. ശരി. അപ്പു, കുറുക്കച്ചാരാണല്ലോ ഈ കിടന്നുറങ്ങുന്നത്. അതെ, ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. കുറുക്കച്ച, എണീക്കുന്നില്ലേ? നേരം വെളുത്തു. അയ്യോ അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ, ഞാൻ പാവമാണ്. അല്ല കുറുക്കച്ച, എന്തു പറ്റി? ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ പേടിച്ചു പോയി. അല്ല, നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ ഈ കാടൊന്ന് ചുറ്റി കാണാൻ വന്നവരാ. വിരോധമില്ലെങ്കിൽ കുറുക്കച്ചൻ എല്ലാം കാണിച്ചു തരാൻ സഹായിക്കുവോ? ഓ, ഈ മനുഷ്യർക്കിടയിൽ ഇങ്ങനെയുമുണ്ടോ? അത്ഭുതം തന്നെ. ഇവർക്ക് എന്നോട് എന്തൊരു സ്നേഹം. എന്താ ആലോചിക്കുന്നത്? നമുക്ക് പോകാം. പിന്നെന്താ, എപ്പ പോയെന്ന് ചോദിച്ചാൽ മതി. ഈ കാട്ടിലെ മറ്റുള്ളവരൊക്കെ എവിടെ? അവരൊക്കെ ഓരോ ജോലിയിലായിരിക്കും. പിന്നെ ചിലർ രോഗം പിടിപെട്ട് കിടപ്പില. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, ഒടമ്പുളിയിട്ടോ വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. ഹോയ് ഹോയ്. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, ഒടമ്പുളിയിട്ടോ വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. ഹോയ് ഹോയ്. കുറുക്കച്ചാർക്ക് ഇതെന്തു പറ്റി? മനുഷ്യരുടെ ഒപ്പമാണല്ലോ നടപ്പ്. പേടിക്കേണ്ട കറുമ്പ, ഇവർ കാടു കാണാൻ വന്ന കുട്ടികളല്ലേ. ഇവർ നമ്മെ ഒന്നും ചെയ്യില്ല. ഓ, അതായിരുന്നോ കാര്യം? ഞാനാകെ പേടിച്ചു പോയി കേട്ടോ. എന്നാൽ നിങ്ങൾ പോയി കാട് കാണ്. എനിക്ക് അത്യാവശ്യമായി ഭാര്യ വീട് വരെ ഒന്ന് പോകണം. ശരി ശരി. കാട്ടിലെ കൂട്ടുകാർ. കപ്പ മോഷ്ടിച്ചിട്ടില്ലെന്ന് മൂഷിക പ്രസിഡന്റ് ശ്രീ ചുണ്ടൻ. പുളിക്കൊമ്പ് പഞ്ചായത്തിൽ 2 മരങ്ങൾ കൂടി വെട്ടേറ്റു മരിച്ചു. പുളിക്കൊമ്പ് പഞ്ചായത്തിൽ 2 മരങ്ങൾ കൂടി വെട്ടേറ്റു മരിച്ചു.
അതോടെ പഞ്ചായത്തിൽ വെട്ടേറ്റു മരിച്ചത് ആകെ 102 മരങ്ങൾ. ജില്ലാതലത്തിൽ 160ഉം സംസ്ഥാന തലത്തിൽ 370ഉം മരങ്ങൾ വെട്ടേറ്റു മരിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. പാവം, മനുഷ്യരുടെ വെട്ടുകൊണ്ട് ചാവാനാ അവരുടെ യോഗം. നിക്കൂ കൂട്ടുകാരെ, ഇതാണ് മുയലച്ഛന്റെ താവളം. നമുക്ക് പോയി നോക്കിയാലോ? ശരി, എന്നാ വരൂ. എന്താ മുയലച്ച, സുഖം തന്നെയല്ലേ? അല്ല, ആരാ ഇത്? കുറുക്കച്ചനോ? കൂടെ 2 പേർ കൂടിയുണ്ടല്ലോ. ഇവർ എന്റെ സുഹൃത്തുക്കളാണ്. നമ്മളെ എല്ലാം കാണാൻ വന്നവരും കൂടിയാ. അതെയോ? അല്ല മുയലച്ച, ഇന്നത്തെ പത്രത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ? പതിവ് പോലെ തന്നെയാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ കാട് മരിക്കുക തന്നെ ചെയ്യും. പുളിക്കൊമ്പ് പഞ്ചായത്തിൽ 2 മരങ്ങൾ കൂടി വെട്ടേറ്റു മരിച്ചു. കുറുക്കച്ച, എവിടെയാണ് ഈ പുളിക്കൊമ്പ് പഞ്ചായത്ത്? നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ? ശരി, എന്നാൽ ഞാനുമുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാം. ഇവിടെയാണ് ഇന്നലെ 2 മരങ്ങൾ വെട്ടേറ്റു മരിച്ചത്. വെട്ടേറ്റ് മരിക്കുകയോ? ആരാ വെട്ടിയത്? മനുഷ്യർ തന്നെ, അല്ലാതെ ആരാ? കുറുക്കച്ച, മനുഷ്യർക്കിടയിൽ അങ്ങനെ ചിലരുണ്ടായിപ്പോയി. മരങ്ങൾക്ക് ജീവനുണ്ടോ? വെട്ടുമ്പോൾ അവർക്ക് വേദനിക്കുമോ? ശരിയാണല്ലോ കുറുക്കച്ച, മരങ്ങൾക്ക് ജീവനുണ്ടോ? മരങ്ങൾക്ക് ജീവനുണ്ട്. അവർ നമ്മെപ്പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. നമ്മൾ വളരുന്നത് പോലെ അവരും വളരുന്നു. നമുക്ക് വേദനിക്കുന്നത് പോലെ അവർക്കും വേദനിക്കുന്നു. മനുഷ്യർക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ പോയി. എന്താ കുറുക്കച്ച, കുട്ടികളുമായിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഇവർ കാട് കാണാൻ വന്നോരാ. ആനച്ചേട്ടൻ എന്താ ഞങ്ങളെ കണ്ടിട്ട് പേടിക്കാത്തത് കുറുക്കച്ച? ഞങ്ങളെക്കാളേറെ മനുഷ്യരെ കുറിച്ച് അറിയുന്നത് ഇങ്ങേർക്കാ. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയി വരുന്ന ആളാ. കുട്ടികളുടെ മനസ്സ് വളരെ നല്ല മനസ്സാണെന്ന് ആനച്ചേട്ടൻ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്. എന്നാൽ ഞങ്ങൾ ആനച്ചേട്ടന്റെ പുറത്തൊന്ന് കേറട്ടെ. അതിനെന്താ, കയറിക്കോളൂ. ഇനി ഏതായാലും ആനച്ചേട്ടനുമൊത്ത് ചുറ്റിക്കറങ്ങിക്കോളൂ. ഞാൻ പോകുന്നു.
കുട്ടൻ. ഞങ്ങൾ കുട്ടേട്ടൻ എന്ന് വിളിക്കട്ടെ? അതിനെന്താ, വിളിച്ചോളൂ. കുട്ടേട്ടന്റെ വീട് എവിടെയാ? എന്റെ വീട് മുള്ളൻകാടിനടുത്താണ്. കുട്ടേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഭാര്യയും 2 കുട്ടികളുമുണ്ട്. അവരെല്ലാം എന്താ ചെയ്യുന്നത്? കുട്ടികൾ പഠിക്കുകയാണ്. ഒരാൾ 3ലും മറ്റേയാൾ 1ലുമാണ് പഠിക്കുന്നത്. ഹായ്, പുഴ. കുട്ടേട്ടാ, നമുക്കൊന്ന് പുഴയിൽ മുങ്ങി നോക്കിയാലോ? ആ പുഴയിൽ ഇറങ്ങിയാൽ രോഗങ്ങൾ പിടിപെടും. രോഗമോ? എങ്ങനെ? ദാ അത് കണ്ടോ, നഗരത്തിലെ ഒരു വലിയ ഫാക്ടറിയാണത്. അവിടെ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇതിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ പുഴയിൽ ഇറങ്ങിയവരും ഇതിൽ നിന്ന് വെള്ളം കുടിച്ചവരും ഇന്ന് രോഗങ്ങളാൽ കഷ്ടപ്പെടുകയാണ്. അപ്പൊ നിങ്ങളെല്ലാം എവിടെ നിന്നാ വെള്ളം കുടിക്കുന്നത്? ഇവിടെ അടുത്ത് ഒരു കുളമുണ്ട്. അതിൽ നല്ല ശുദ്ധവെള്ളമാണുള്ളത്. കുട്ടേട്ടാ, എന്നാൽ നമുക്ക് അവിടേക്ക് പോകാം. ശരി. കുട്ടേട്ടാ, നമ്മൾ ആ കുളത്തിനരികിൽ എത്താനായോ? ഇതാ നമ്മൾ എത്തിത്തുടങ്ങി. ഹായ്, എന്തു മനോഹരം അല്ലേ അപ്പു? അതെ അതെ. കുട്ടേട്ടാ, നമുക്ക് ഇവിടെ കുറച്ചേരം ഒന്ന് ഇരിക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ. വല്ലാത്തൊരു ദാഹം. നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചാലോ? ശരി. ഇത്രയും മനോഹരമായ സ്ഥലം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ഞാനും. മുമ്പ് ഈ കാട് ഇതിനേക്കാൾ എത്രയോ സുന്ദരമായിരുന്നു. അരുവികളും പുഴകളും കുളങ്ങളും നിറഞ്ഞത്. അതിലൊക്കെയും വെട്ടിത്തിളങ്ങുന്ന വെള്ളം. മരങ്ങളാലും കുന്നുകളാലും ചുറ്റപ്പെട്ടത്. അന്ന് ഞങ്ങളെല്ലാം എത്ര സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നതെന്നോ. എന്നിട്ട് ആ കാടിന് എന്ത് സംഭവിച്ചു? മനുഷ്യർ കാട്ടിൽ വരാൻ തുടങ്ങിയതോടെ എല്ലാം നശിച്ചു തുടങ്ങി. അവരുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി അവർ പുഴയെ കണ്ടു. കുന്നുകൾ നിരത്തി മണ്ണ് കൊണ്ടുപോയി. മരങ്ങൾ വെട്ടിക്കൊണ്ടുപോയി. കൂടാതെ പലരുടെയും വീടുകൾ നഷ്ടമായി. പലരെയും മനുഷ്യർ ആക്രമിച്ചു. എവിടെ നിന്നോ ഒരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. കുട്ടേട്ടാ, ശരിയാണല്ലോ. വാ, നമുക്ക് പോയി നോക്കാം. അനാഥനായി മാറി ഞാൻ, വെറും മഗതിയായി മാറി. ഉറ്റവർ ഉടയവർ കൈവിട്ടുപോയി. ഉറ്റവർ ഉടയവർ കൈവിട്ടുപോയി. ഉരുകിത്തീരും മെഴുകുതിരിയായി. മിഴികൾ തോരാ കാർമുകിലായി. മിഴികൾ തോരാ കാർമുകിലായി. മിഴികൾ തോരാ കാർമുകിലായി.
അതെന്താ കുട്ടേട്ടാ? പന്നിക്കുട്ടൻ സങ്കടത്തോടെയാണല്ലോ പോകുന്നത്. പാവം അമ്മയെയും അച്ഛനെയും സ്വന്തം കൺമുന്നിലിട്ട് വെടിവെച്ചു കൊന്നു. അന്ന് തുടങ്ങിയതാ ഈ പാട്ടുമായുള്ള നടപ്പ്. അല്ല മങ്കിയേട്ടാ, എങ്ങോട്ടാ പോകുന്നത്? തൈലം വിറ്റ് കഴിഞ്ഞില്ലേ? മങ്കിയേട്ടാ, ഇതെന്തിനുള്ള തൈലമാ? കൈകാലുകൾ വേദന, കൈകാലുകൾക്ക് കൊച്ചിപ്പിടുത്തം, മുളുക്ക്, ചതവ്, വാതസംബന്ധമായ രോഗങ്ങൾക്കും അലർജിപരമായ രോഗങ്ങൾക്കും ശമനത്തിനായി തയ്യാറാക്കിയ സ്പെഷ്യൽ തൈലമാണ് ഈ കാട്ടുതൈലം. ഒരു തുള്ളി കൈക്കുമ്പിളിലെടുത്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടിയാൽ ഉടൻ ശമനമുണ്ടാകും. ഫാമിലി ബോട്ടിൽ 20 രൂപ, ഇടത്തരം ബോട്ടിൽ 15 രൂപ, ചെറിയ ബോട്ടിൽ 10 രൂപ. വലിയ ബോട്ടിൽ എടുക്കുക, അതാണ് നിങ്ങൾക്ക് ലാഭം. കാരണം അതിൽ കുറേയുണ്ടാകും. കലക്കി മങ്കിയേട്ടാ, കലക്കി. വൈദ്യരുടെ അടുത്തേക്ക് ഞങ്ങളും വരട്ടെ മങ്കിയേട്ടാ? അതിനെന്താ, വന്നോളൂ. നിങ്ങൾക്ക് വൈദ്യർ പരിശോധിക്കുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ വരുന്നില്ല. മങ്കിയേട്ടൻ ഉണ്ടല്ലോ കൂടെ. അതെന്താ കുട്ടേട്ടാ വരാത്തത്? എന്റെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ടാകും. അവർ എന്നെ കാത്തിരിക്കുകയായിരിക്കും. ഇനി നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. ഇനിയും കാട് കാണാനും ഞങ്ങളെയൊക്കെ കാണാനും ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ. ഇനി വരുമ്പോൾ എന്റെ വീട്ടിലേക്കും വരണം. ശരി കുട്ടേട്ടാ, തീർച്ചയായിട്ടും ഞങ്ങൾ വരും. വരൂ കൂട്ടുകാരെ, ഞാൻ വൈദ്യരെ കാണിച്ചു തരാം. ദാ ഇത് കണ്ടോ. വൈദ്യരെ, നെഞ്ചിലാകെ പൊളച്ചില്, കണ്ണിന് ഭയങ്കര വേദന. ഈ കാട്ടുതൈലം ഉറങ്ങുന്നതിനു മുമ്പ് ശരീരമാസകലം പുരട്ടുക. കുറച്ച് കണ്ണിന് പുറത്തും പുരട്ടണം കേട്ടോ. ശരി വൈദ്യരെ. വൈദ്യരെ, ഭയങ്കര വയറുവേദന. അതെങ്ങനെ ഉണ്ടാവാതിരിക്കുക? കോഴികളെ കട്ട് തിന്നിട്ടുണ്ടാവും. ഇല്ല വൈദ്യരെ, ഞാൻ ആ പണിയൊന്നോ നിർത്തി. സമയം ഒരുപാട് വൈകി, ഞങ്ങൾ പോവുകയാ. ഇനിയും വരണം കേട്ടോ കൂട്ടുകാരെ. ശരി മങ്കിയേട്ടാ. മൃഗങ്ങളുടെ കാര്യം കഷ്ടം തന്നെ അല്ലേ രാധേ?
അതെ അതെ, മനുഷ്യൻ എന്തിനാണ് അവരെ ദ്രോഹിക്കുന്നത്? സ്വന്തം താല്പര്യങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി മനുഷ്യർ തോന്നിയതുപോലെ ചെയ്യുകയാണ്. അതുകൊണ്ടല്ലേ കാട്ടിലെന്ന പോലെ നാട്ടിലും കലഹങ്ങളും കലാപങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. ശരിയാണ്. രാധേ, നിന്റെ സ്ഥലമെത്തി, ഇറങ്ങിക്കോ. ശരി. എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. അച്ഛൻ എന്നെ കാത്തിരിക്കുന്നുണ്ടാകും. ഇനി നമുക്ക് അടുത്ത ഒഴിവു ദിവസത്തിൽ കാണാം. ശരി അപ്പു. കൂട്ടുകാരെ, നാട്ടിലെ ചങ്ങാതിമാരെ എല്ലാം പരിചയപ്പെട്ടില്ലേ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? കഷ്ടമാണ് ഒരു കാര്യം അല്ലേ? ഭൂമിയിൽ പാർക്കാൻ മനുഷ്യർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് അവകാശം. അതില്ലാതാക്കുന്നത് ശരിയാണോ കൂട്ടുകാരെ? ഒട്ടും ശരിയല്ല അല്ലേ? ഈ കാര്യം ഒരിക്കലും മറക്കരുത് കേട്ടോ. എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോട്ടെ. അടുത്ത അവധിക്ക് ഞാനും അപ്പുവും കൂടി അടിപൊളി ടൂർ പോവും. അന്ന് കൂട്ടുകാരെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. Oh